KSRTC ബസ്സിൽ യാത്രക്കാരന് ജീവനക്കാരുടെ മർദ്ദനം. ഡ്രൈവറും കണ്ടക്ടറും ചേർന്നാണ് മർദ്ദിച്ചത്. കീറിയ 100 രൂപ നോട്ട് നൽകിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ ആയിരുന്നു മർദ്ദനം. എറണാകുളം കൂത്താട്ടുകുളത്തായിരുന്നു സംഭവം. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. നവമി ദിനേശുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറെ അധികം പ്രചരിക്കുന്ന ഒരു ദൃശ്യം കൂടിയാണ്. എന്തൊക്കെയാണെങ്കിലും ആ വ്യക്തിക്കുമൊക്കെ വ്യക്തിത്വം ഉണ്ട്. അയാളിപ്പോൾ ഒരു ഏത് നോട്ടാണ് നൽകിയത് എന്നതൊന്നും അറിയില്ല. പക്ഷെ അയാളെ ഈ ജീവനക്കാർ മർദ്ദിക്കുന്നു. അടുത്തൊക്കെ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകുമല്ലോ. അവിടെ അറിയിക്കുന്നതിന് പകരം ഇങ്ങനെ മർദ്ദിക്കാനുണ്ടായ ഒരു പശ്ചാത്തലം എന്താണ്? അഭിലാഷ്, ഈ കണ്ടക്ടറും ഡ്രൈവറും കൂടാതെ ഈ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രികരും ഇവരെ വർദ്ധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കാണുമ്പോൾ തന്നെ നമുക്കേറെ ഭയപ്പെടുത്തുന്നതാണ്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. തൃശൂർ ഡിപ്പോയിലെ ഫാസ്റ്റ് പാസഞ്ചറാണ്. അത് കോട്ടയത്തേക്ക് പോകുന്ന വഴി കൂത്താട്ടുകുളം എത്തിയപ്പോഴാണ് ഈ ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി ഇയാൾ പൈസ കൊടുത്തത്, യാത്രക്കാരൻ പൈസ കൊടുത്തത്. അപ്പോൾ നിരോധിച്ച പഴയ കീറിയ നോട്ടാണ് നൽകിയത്. ഇത് എടുക്കില്ല, മറ്റൊരു നോട്ട്, പുതിയ നോട്ട്, ടിക്കറ്റ് എടുക്കാൻ വേറൊരു നോട്ട് തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇയാൾ കൊടുത്തിട്ടില്ല എന്നാണ് കണ്ടക്ടർ പറയുന്നത്. അതിൽ പ്രകോപിതനായിട്ടാണ് ഇയാളെ മർദ്ദിക്കുന്നത്. പിന്നീട് ഇവർ തമ്മിലൊരു വാക്ക് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണ്, ഇത് തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ ഇങ്ങനെ ഇത്രയും വലിയ രീതി മുഖത്തടിക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. പല തവണയാണ് മുഖത്തടിച്ചത്. പിന്നീട് വാഹനം നിർത്തി ഡ്രൈവറും ഉൾപ്പെടെ വന്ന് ഇയാളുടെ മുഖത്തടിക്കുന്നതും ഉണ്ട്, ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിച്ചത്. എന്തായാലും ഇതുവരേക്കും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിട്ടില്ല. ഡിപ്പോയിലായിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുമില്ല. കണ്ടക്ടറോ പരാതി നൽകിയിട്ടില്ല എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. ഇങ്ങനെ കീറിയ നോട്ട് നൽകുന്നത് കൊണ്ട് ഒരാളെ ഇങ്ങനെ അടിക്കണമോ എന്നൊരു സ്വാഭാവികമായ ചോദ്യം തന്നെയാണ് എവിടെയും ഉയരുന്നത്. മറ്റു പരാതികളൊന്നും തന്നെ ഇതുവരെയ്ക്കും ലഭിക്കാത്തതുകൊണ്ട് പോലീസും ഇതിൽ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ ഇത്രയേറെ വൈറലാകുന്ന സാഹചര്യത്തിൽ പോലീസും നടപടിയെടുക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്നത്. എന്തായാലും ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏറെ വിഷമിപ്പിക്കുന്നത്, എല്ലാവരും ചേർന്ന്, ഒരു കൂട്ടം ആളുകൾ ചേർന്നാണ് ഇയാളെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത്. ഇവർ വലിയ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. ഈ കണ്ടക്ടറും ആയിട്ടൊക്കെ വലിയ വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട്. അതിനൊടുവിലാണ് ഈ യാത്രക്കാരനെ ഇങ്ങനെ മർദ്ദിക്കുന്നത്. ഇപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് ഇപ്പോഴും വ്യക്തമാകുന്നില്ല. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് 100 രൂപയുടെ പഴയ നോട്ട് കൊടുത്തത്, അതും കീറിയതുമായിട്ടുള്ളൊരു നോട്ട് കൊടുത്തതാണ് ഇത്തരത്തിലൊരു പ്രകോപിപ്പിച്ചത്. ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടി മറ്റൊരു നോട്ട് തരാൻ, അല്ലെങ്കിൽ വേറെ പൈസ തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ യാത്രക്കാരൻ നൽകിയില്ല. അതിനെ തുടർന്നുള്ള പ്രകോപനമാണ് ഈ മർദ്ദനത്തിൽ കലാശിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും 100 രൂപയുടെ നോട്ട് കൊടുത്തതിനാണ് ഈ മർദ്ദനമെങ്കിൽ തീർച്ചയായും അങ്ങേയറ്റം തെറ്റായ ഒന്ന് തന്നെയാണ്. അയാളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ മോശമായ പെരുമാറ്റമൊക്കെ ഉണ്ടായാൽ ഒരുപക്ഷെ ആളുകൾ പെട്ടെന്ന് അത് പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ തടയാനോ ഒക്കെ വേണ്ടിയൊക്കെ ബലം പ്രയോഗിക്കാറുണ്ട്. ഇത് പക്ഷേ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് പലരും ചോദിക്കുന്നുണ്ട്. എന്താണ് എന്ന് ആർക്കും മനസ്സിലാകാത്ത പശ്ചാത്തലവുമുണ്ട്. ഇങ്ങനെ മർദ്ദിച്ചതിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണവും നടപടിയുമൊക്കെ ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.